ഒരാൾ മറ്റൊരാൾക്കോ സ്ഥാപനത്തിനോ വേണ്ടി എഴുതുന്ന ഒരു സന്ദേശമാണ് കത്ത്. രണ്ടു തരത്തിലുള്ള കത്തുകളാണുള്ളത്. ഔപചാരികവും അനൗപചാരികവുമായ കത്തുകളാണവ. സുഹൃത്തിനോ മറ്റു പ്രിയപ്പെട്ടവർക്കോ എഴുതുന്ന കത്താണ് അനൗപചാരിക കത്ത്. അനൗപചാരിക കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വലതുഭാഗത്തായിട്ടാണ് സ്ഥലവും ഡേറ്റും കൊടുക്കേണ്ടത്. അഭിസംബോധനയോടെ വേണം കത്ത് ആരംഭിക്കാൻ. സുഹൃത്തിന്റെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വിവരങ്ങൾ ചോദിക്കണം. വിശേഷങ്ങളോ മറ്റോ ഉൾപ്പെടുത്തണം. കത്തു ചുരുക്കുമ്പോൾ സ്നേഹാന്വേഷണത്തോടെ നിർത്താം. കത്തിന്റെ അവസാനത്തിൽ സ്നേഹപൂർവ്വം എന്നെഴുതി പേരു ചേർക്കാം. മേലധികാരികൾക്ക് എഴുതുന്ന കത്തിനെയാണ് ഔപചാരിക കത്തെന്ന് പറയുക. കത്തിന്റെ ആരംഭത്തിൽ പ്രേക്ഷിതൻ എന്നെഴുതി ആരാണോ കത്തെഴുതുന്നത് അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തണം. അതിനുശേഷം സ്വീകർത്താവ് എന്നെഴുതി ആർക്കാണോ കത്തെഴുതുന്നത് അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തണം. അടുത്തതായി വിഷയം എന്നെഴുതി കത്തിൽ ഉൾപ്പെടുത്തുന്ന വിഷയത്തെക്കുറിച്ചൊരു സൂചന നൽകണം. സാർ എന്നുള്ള അഭിസംബോധനയോടുകൂടി വേണം കത്ത് ആരംഭിക്കാൻ. കത്തിൽ അറിയിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായ ഭാഷയിൽ വിശദമായി രേഖപ്പെടുത്തണം. ശേഷം കത്തിന്റെ അവസാന ഭാഗത്തായി വിശ്വസ്തയോടെ എന്നെഴുതി പേരും ഒപ്പും വയ്ക്കാം. വലതുവശത്താണ് പേരും ഒപ്പും വയ്ക്കേണ്ടത്. ശേഷം ഇടതുവശത്ത് സ്ഥലവും തീയതിയും എഴുതാം.